രാജ്യത്തിന്റെ സ്വാഭിമാനം വിളിച്ചോതുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രണ്ട് സുപ്രധാന നിരീക്ഷണങ്ങൾ രണ്ട് മഹത് വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഒന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഭാഗത്തു നിന്നും, രണ്ട് ചരിത്ര അന്വേഷകനായ KK മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും. അതിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നത് വിധി ഏകപക്ഷീയമായിരിക്കണമെന്നുള്ളതുകൊണ്ടാണ് വിധിയിൽ ജഡ്ജിമാരുടെ പേരുകൾ ഉൾപ്പെടുത്താതിരുന്നത്. വിധിയിലേക്ക് നയിച്ച കാരണങ്ങളെല്ലാത്തിലും ബെഞ്ചിന് ഏക അഭിപ്രായമായിരുന്നുവെന്നും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം KK മുഹമ്മദ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് രാമജന്മഭൂമി തർക്കം ഇത്തരത്തിൽ വിവാദമാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാമജന്മഭൂമി വിഷയം സമാധാനപരമായി സമവായത്തോടെ പരിഹരിക്കാമായിരുന്നത് വഷളാക്കിയത് ഇടത് ചരിത്രകാരന്മാരുടെ ഇടപെടലിലൂടെ ആയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഈ രണ്ട് പരാമർശങ്ങളും സംബന്ധിച്ച വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അതുപോലെ ഇപ്പോഴും അത് വലിയ ഭാരതം മുഴുവൻ അതൊരു ഉത്സവമായി കൊണ്ടാടുമ്പോഴും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം കൂടിയാണ് എപ്പോഴും രാമക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആണ് CJI അല്ലെങ്കിൽ നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ഒപ്പം ചരിത്രകാരൻ KK മുഹമ്മദും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നമുക്ക് നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അയോധ്യ കേസുമായി ബന്ധപ്പെട്ടും മറ്റ് നിർണായക കേസുകളുമായി ബന്ധപ്പെട്ടുമുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അത് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേസിലെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഈ കേസിൽ ജഡ്ജിമാരുടെയും അല്ലെങ്കിൽ ഈ ജഡ്ജിമെന്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും ഉത്തരവുകളും എല്ലാം തന്നെ ഈ 5-അംഗ ബെഞ്ചിൻ്റേത് വളരെ കൃത്യമായി ഐക്യകണ്ഠേനയായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് ഈ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ അയോധ്യ കേസിന്റെ വിധി പ്രഖ്യാപിക്കുമ്പോൾ നവംബർ 9-ന് ആ വിധി പ്രഖ്യാപിച്ച 5-അംഗ ബെഞ്ചിൽ ഒരംഗം കൂടിയായിരുന്നു നിലവിലെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അത് ഇഴകീറിയുള്ള പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. കാരണം രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഉള്ള ഒരു തർക്ക വിഷയം എന്നുള്ളതിനപ്പുറത്തേക്കൊരു ദേശീയ തലത്തിൽ രാഷ്ട്രീയ ശ്രദ്ധയുള്ളതും ജനങ്ങളെ ബാധിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, നിരീക്ഷണങ്ങൾ എല്ലാ തലത്തിലും കോടതി ഈ വിഷയത്തിന്മേൽ നടത്തി. ഒപ്പം ഏറ്റവും ഒടുവിൽ 5 അംഗങ്ങളും ഈ ബെഞ്ചിലെ 5 ജസ്റ്റിസുമാരും ഐക്യകണ്ഠേനയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് എത്തിയത് എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഈ ഹിന്ദു വിഭാഗത്തിന്റെ ക്ലെയിമുകൾക്ക് വളരെ കൃത്യമായി ചരിത്രപരമായും അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ പരിശോധിക്കുമ്പോഴും ചരിത്രപരമായും പുരാണപരമായും എല്ലാം തന്നെ ഹിന്ദു വിഭാഗം ഉന്നയിച്ചിരുന്ന ക്ലെയിമുകൾക്ക് അത് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായി തന്നെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം KK മുഹമ്മദ് ഈ അയോധ്യയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായിരുന്നത് അന്ന് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള സർവേയുടെ റിപ്പോർട്ടുകളായിരുന്നു. അത് ആദ്യ സർവേക്കിൽ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന KK മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചൊരു വിഷയം ഇപ്പോൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം വഷളാക്കുന്നതിന് ഇടത് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ എപ്പോഴും രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നീറിപ്പുകഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകളുടെ ഇടപെടലുകൾ ഈ വിഷയവും വഷളാക്കി എന്നുള്ളത് KK മുഹമ്മദ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് മറ്റൊരു തലത്തിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ഐക്യകണ്ഠേനമായ വിധി വന്നപ്പോൾ അത് ഈ ക്ലെയിം ഉന്നയിച്ചിരുന്ന രണ്ട് വിഭാഗവും, ഹിന്ദു മുസ്ലിം വിഭാഗവും അല്ലെങ്കിൽ മസ്ജിദ് കമ്മിറ്റിയും ക്ഷേത്രം അവിടെ പണിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്ലെയിം ഉന്നയിച്ചവരും ഒരുപോലെ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതാണ്. നീതിപീഠത്തിന് അത് ഏറെ സന്തോഷം നൽകുന്നതാണ് എന്ന കാര്യം കൂടി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു വെക്കുമ്പോൾ ഈ ക്ലെയിം ഉന്നയിച്ചവർക്ക് ആയിരുന്നില്ല ഇത് അത്ര വലിയ പ്രശ്നമാക്കി കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴും അയോധ്യയിലെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഉദ്ദേശത്തോടു കൂടി ചില ശക്തികൾ പ്രവർത്തിച്ചിരുന്നു എന്നത് പറയാതെ പറയുക കൂടിയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിധി 2019 നവംബർ 9-നായിരുന്നു പുറത്തു വന്നിട്ടുള്ളത്. ആ വിധി 5-അംഗ ജഡ്ജിമാർ
ഏകകണ്ഠമായി എടുത്തതാണ് എന്നും ഹിന്ദു വിഭാഗം ഉന്നയിച്ചിരുന്ന ക്ലെയിമിന് വളരെ കൃത്യമായി സാധ്യതകളും അത് നിലനിൽക്കും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയത് എന്നുള്ളതുമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ചരിത്രകാരൻ KK മുഹമ്മദിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരണം, അല്ലെങ്കിൽ അത് ഹിന്ദു വിഭാഗം വളരെ പുണ്യഭൂമിയായി കാണുന്ന പ്രദേശമാണ്, അവിടെ പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1800 കാലഘട്ടത്തിൽ തന്നെ ഈ കോടതികൾക്കുള്ളിലേക്ക് പരാതികൾ എത്തിയിരുന്നു. പിന്നീട് ഫൈസാബാദ് കോടതിയിലേക്കും അലഹബാദ് ഹൈക്കോടതിയിലേക്കും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലേക്കും എത്തുമ്പോൾ ഈ കോടതി വിധിക്ക് അല്ലെങ്കിൽ കോടതികളിൽ ഈ ഒരു തീരുമാനം എത്തുന്നതിലേക്ക് കോടതിയുടെ നിരീക്ഷണങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നത് 1970കളുടെ തുടക്കത്തിലും 90കളിലും പിന്നീട് 2003ലും അയോധ്യയിൽ നടന്നിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ പരിശോധന തന്നെയായിരുന്നു. ആ സർവേയിൽ മസ്ജിദ് കമ്മിറ്റിയുടെയും ഒപ്പം രാമക്ഷേത്രം പണിയണം എന്നാവശ്യപ്പെട്ടിരുന്ന ഹൈന്ദവ വിഭാഗത്തിൻ്റെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും നേരിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സർവേ നടന്നിട്ടുള്ളത്. ആ സർവേയിൽ കണ്ടെത്തിയത് വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഹൈന്ദവ നിർമ്മിതിക്ക് മുകളിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരിക്കലും ഈ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നോ അല്ലെങ്കിൽ അത്തരത്തിലേക്കോ വാദങ്ങളിലേക്ക് പോകാതെ വളരെ കൃത്യമായ അവരുടെ ശാസ്ത്രീയപരമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്ഷേത്ര നിർമ്മിതികളുടെ അവശിഷ്ടം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത് ആ ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ ആ സർവേ നടത്തിയിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംഘത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു KK മുഹമ്മദ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ ശാസ്ത്രീയപരമായും ചരിത്രപരമായും പുരാണപരമായുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയം ഇത്രയധികം വഷളാക്കുന്നതിന് ഇടത് ചരിത്രകാരന്മാർക്ക് വളരെയധികം പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, വിവിധ വിഷയങ്ങൾ വളച്ചൊടിക്കുന്നതിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ഈ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണെങ്കിലും പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണെങ്കിലും ഈ വിഷയങ്ങളിലെല്ലാം അത് നടപ്പാക്കുന്ന സർക്കാരുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം എന്താണോ എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ഒരു വിഭാഗം ജനങ്ങളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ എപ്പോഴും ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അയോധ്യ വിഷയത്തിലും അയോധ്യ രാമജന്മഭൂമി വിഷയത്തിലും ആ വിഷയം ഇത്രയധികം വഷളാക്കുന്നതിന് ഇടത് ചരിത്രകാരന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് KK മുഹമ്മദ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഹൈന്ദവ വിഭാഗത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യം അത് കോടതി രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത നീതിപീഠം അംഗീകരിക്കുകയും അവിടെ രാമക്ഷേത്രം പണിയാനുള്ള ഉത്തരവ് വന്നപ്പോൾ അയോധ്യയിലെ ജനങ്ങൾ ഒന്നാകെ അത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെയും മുഴുവൻ ജനതയും ഏറ്റെടുത്തപ്പോൾ ആ വിധിയെയും എതിർത്തുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും രാജ്യത്തെ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം 2019 ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴും നമ്മൾ അയോധ്യയുടെ മണ്ണിൽ അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും രാമക്ഷേത്രം അയോധ്യയിൽ ഉയരണം എന്ന പ്രതികരണമാണ് അന്ന് പങ്കുവച്ചിരുന്നത്. ഇന്ന് അതിന് സമാനമായി അയോധ്യ മാത്രമല്ല ഭാരതം ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഭാരതത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയെ ഒരു ഉത്സവമായി കൊണ്ടാടുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വിഷയം വഷളാക്കുന്നതിനും ഇടത് ചരിത്രകാരന്മാർ വലിയ പങ്ക് വഹിച്ചു അല്ലെങ്കിൽ ഇടത് ചരിത്രകാരന്മാരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രകാരൻ KK മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണുള്ളത്. ജനുവരി 22-ന് അയോധ്യയുടെ മണ്ണിൽ വീണ്ടും രാമക്ഷേത്രത്തിൽ രാംലല്ല പ്രതിഷ്ഠിതനാകുമ്പോൾ നൂറ്റാണ്ടുകളായി ഹൈന്ദവ വിഭാഗം ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ പ്രാർത്ഥന കൂടിയാണ് സഫലമാകുന്നത്. നമുക്കറിയാം, അയോധ്യയിലും കാശിയിലും മധുരയിലും ഈ ഹൈന്ദവ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഈ നേരത്തെ കോടതി നിരീക്ഷിച്ചതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അധിനിവേശ കാലത്ത് ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിൽ മസ്ജിദുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലേക്കും ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കാനോ ഹൈന്ദവ വിഭാഗം പോകുന്നില്ല. പക്ഷേ അയോധ്യയും കാശിയും മധുരയും ഹൈന്ദവ വിഭാഗത്തിൻ്റെ അഭിമാന ഗോപുരങ്ങൾ നിലനിന്നിരുന്ന പുണ്യഭൂമിയാണ്. അവിടെ പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണം എന്നുള്ളത് ഹിന്ദു വിഭാഗം നൂറ്റാണ്ടുകളായി ആവശ്യപ്പെടുകയും ഇപ്പോൾ ഈ 3 വിഷയവും അതിൽ ഒരു വിഷയം രാജ്യത്തെ ഉന്നത നീതിപീഠം തീർപ്പാക്കുകയും മധുരയും കാശിയും നിലവിൽ കോടതിയിൽ വ്യവഹാരം നിലനിൽക്കുകയുമാണ്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.